Hello everyone, welcome back to Shrudi's Pharma World. Drug dependence and drug abuse എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ഒക്കെ നിലവിൽ വരുന്നതിന് മുൻപ് വരെ നമ്മുടെ രാജ്യത്ത് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരുന്നു ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഡ്രഗ് ഡിപ്പെൻഡൻസും ഡ്രഗ് അബ്യൂസും എല്ലാം വളരെ കൂടുതലായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവരുടെ സൂപ്പർവിഷൻ ഇല്ലാതെ തന്നെ മെഡിസിൻസ് ഡ്രഗ്സ് ധാരാളമായി അനിയന്ത്രിതമായി ലാർജ് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുക, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഡിസ്കംഫേർട്ട് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ മൂഡ് ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഡ്രഗ് അബ്യൂസിലോട്ടും ഡ്രഗ് ഡിപ്പെൻഡൻസിലോട്ടും ഒക്കെ നയിക്കുന്നത്. നോൺ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മിസ്യൂസ് ആണ്, അത് നമുക്ക് അബ്യൂസായിട്ട് കണക്കാക്കാം. ഈ ഡ്രഗ് അബ്യൂസും ഡ്രഗ് ഡിപ്പെൻഡൻസും ഒക്കെ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല ആ ഇൻഡിവിജ്വൽ ഉൾപ്പെടുന്ന ഫാമിലിയെയും സൊസൈറ്റിയെയും കൂടി ബാധിക്കുന്നുണ്ട്. അത് അവരുടെ ഹെൽത്തിനെയും വെൽബീയിങ്ങിനെയും ബാധിക്കുന്നുണ്ട്. ഇതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ട് നിലവിൽ വന്നതിന് ശേഷം ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിലൂടെ മാത്രമാണ് ഡ്രഗ്സ് പോകുന്നത്. അതായത് ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ്, നേഴ്സ് അങ്ങനെയുള്ള ആളുകളിലോട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പോയി. ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി പോയി. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ഡ്രഗ് മിസ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്താണെന്ന് നോക്കാം. ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേർ ദ യൂസർ കണ്ടിന്യൂസ് യൂസിങ് ദ ഡ്രഗ് ടു എക്സ്പീരിയൻസ് ഇറ്റ്സ് എഫക്റ്റ് ഓർ ടു അവോയ്ഡ് ഡിസ്കംഫർട്ട് ഫ്രം ഇറ്റ്സ് ആബ്സെൻസ്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരാൾ അയാൾക്കൊരു പെർട്ടിക്കുലർ മൂഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫേർട്ട് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ഡ്രഗ് യൂസ് ചെയ്യുക, അതാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേർ ദ യൂസർ കണ്ടിന്യൂസ് യൂസിങ് ഡ്രഗ് ടു എക്സ്പീരിയൻസ് ഇറ്റ്സ് എഫക്ട്സ്. ആ ഡ്രഗിൻ്റെ ഒരു എഫക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അയാൾക്ക് ഉണ്ടാകുന്നൊരു ഡിസ്കംഫേർട്ട് അവോയ്ഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ആ ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് അയാൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്നുള്ള ടേം റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള രണ്ട് ടേംസാണ് ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ഡ്രഗ് ഹാബിറ്റുവേഷൻ. ഇനി നമുക്ക് എത്ര ടൈപ്പ് ഡ്രഗ് ഡിപ്പെൻഡൻസ് ഉണ്ട് നോക്കാം. സൈക്കിക് ഡിപ്പെൻഡൻസ് ഉണ്ട്, ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. സൈക്കിക് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൾസീവ് ആൻഡ് റിപ്പീറ്റഡ് ഡ്രഗ് യൂസ് ഡ്രിവൺ ബൈ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ടു അവോയ്ഡ് ഡിസ്കംഫേർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടൊരു ഡ്രഗ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സൈക്കിക് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതിനും ഒരു ഡിസ്കംഫേർട്ട് അവോയ്ഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ഡ്രഗ് യൂസ് ചെയ്യുകയാണ്, അതാണ് സൈക്കിക് ഡിപ്പെൻഡൻസ്. അതിന് എക്സാമ്പിളാണ് സിഗരറ്റ് സ്മോക്കിംഗ്. ഒരു സെൻസ് ഓഫ് വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് സിഗരറ്റ് സ്മോക്കിംഗ് ആ ഒരു ശീലം തുടങ്ങുന്നത് ആളുകൾ. സോ അത് സൈക്കിക് ഡിപ്പെൻഡൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. Physical dependence occurs when the drug withdrawal causes symptoms opposite to the effects sought by the user, often including intense physical disturbances when the drug use is stopped. ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അതായത് ആ ഡ്രഗ് കഴിച്ചിരുന്നപ്പോൾ നമുക്കൊരു കംഫർട്ട്നെസ് ഫീൽ ചെയ്തിരുന്നെങ്കിൽ അത് പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ഡിസ്റ്റർബൻസും അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്ട്സും നമ്മുടെ ബോഡിയിൽ കാണിക്കാൻ തുടങ്ങും. അതിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡ്രഗ്സ് ദാറ്റ് ക്യാൻ കോസ് സിവിയർ സൈക്കിക് ആസ് വെൽ ആസ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. സൈക്കിക് ആൻഡ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സിന് എക്സാമ്പിൾസ് ആണ് മോർഫിൻ, കൊഡൈൻ, ഹെറോയിൻ, മെപ്പെരിഡിൻ, മെത്തഡോൺ, പെൻഡസോസിൻ, ഈഥൈൽ ആൽക്കഹോൾ, ബാർബിറ്റുറേറ്റ്സ്, പാരാൽഡിഹൈഡ്, ക്ലോറൽ ഹൈഡ്രേറ്റ്, ബെൻസോഡൈസപ്പിൻ, നിക്കോട്ടിൻ. ബോത്ത് സൈക്കിക് ആൻഡ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് മോർഫിൻ, കൊഡൈൻ, ഹെറോയിൻ, മെപ്പെരിഡിൻ, മെത്തഡോൺ, പെൻഡസോസിൻ, ഈഥൈൽ ആൽക്കഹോൾ, ബാർബിറ്റുറേറ്റ്സ്, പാരാൽഡിഹൈഡ്, ക്ലോറൽ ഹൈഡ്രേറ്റ്, ബെൻസോഡൈസപ്പിൻ ആൻഡ് നിക്കോട്ടിൻ. സൈക്കിക് ഡിപ്പെൻഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ മൈൽഡായിട്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. സൈക്കിക് ഡിപ്പെൻഡൻസ് ഉണ്ട്, പക്ഷേ
ഫിസിക്കൽ ഡിപ്പെൻഡൻസ് വളരെ മൈൽഡാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് കാണിക്കുന്നേ ഇല്ല എന്ന് പറയുന്ന ഡ്രഗ്സ് ആണ് ആംഫിറ്റമൈൻ, മെത്താംഫിറ്റമൈൻ ആൻഡ് നലോർഫിൻ. ഇനി സൈക്കിക് ഡിപ്പെൻഡൻസ് മാത്രം കാണിക്കുന്ന ഡ്രഗ്സ് ആണ് കൊക്കെയിൻ, LSD, മെസ്കലൈൻ, കഫീൻ, കനാബിസ് മുതലായവ. ഇനി ഡ്രഗ് ഡിപ്പെൻഡൻസ് കാണിക്കുന്ന വൊളാറ്റൈൽ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ് ഗ്ലൂ, നെയിൽ പോളിഷ്, പെട്രോൾ, വാർണിഷ്, ഹെയർ സ്പ്രേ മുതലായവ. നെക്സ്റ്റ്, ഡ്രഗ് ഡിപ്പെൻഡൻസ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കുക? ഒന്നുകിൽ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്യണം, ഗ്രാജുവലായിട്ട് അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഡ്രഗ് വിഡ്രോവൽ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ തെറാപ്പി, സൈക്കോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, റീഹാബിലിറ്റേഷൻ, കമ്മ്യൂണിറ്റി ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഡ്രഗ്സ് മാത്രം കഴിച്ചാലേ മാറുള്ളൂ എന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഡ്രഗ് തെറാപ്പി കൊടുക്കണം, കറക്ഷൻ ഓഫ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒപ്പിയോയിഡ്സ് കാരണമാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ നാൽട്രെക്സോൺ, മെത്തഡോൺ, ബുപ്രിനോർഫിൻ എന്ന് ഡ്രഗ്സ് കൊടുക്കാവുന്നതാണ്. ടുബാക്കോ ആണെന്നുണ്ടെങ്കിൽ ബുപ്രോപയോൺ ആൻഡ് വാരനസിലിൻ. ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ നാൽട്രെക്സോൺ, എക്കാംപ്രോസേറ്റ്, ഡൈസൾഫിറാം. നെക്സ്റ്റ്, വിഡ്രോവൽ ഓർ അബ്സിസ്റ്റൻസ് സിൻഡ്രോം. വിഡ്രോവൽ ഓർ അബ്സിസ്റ്റൻസ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രഗ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻസ് ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് കാണിക്കും. അതാണ് വിഡ്രോവൽ അല്ലെങ്കിൽ അബ്സിസ്റ്റൻസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് has formed and the drug is abruptly discontinued, leading to intense physical disturbances known as withdrawal or abstinence syndrome. അപ്പം ഡ്രഗ് പെട്ടെന്ന് വിഡ്രോ ചെയ്താൽ കാണിക്കുന്ന ഇൻറ്റൻസ് ഫിസിക്കൽ ഡിസ്റ്റർബൻസ് കാണിക്കും. അതിനെയാണ് അബ്സിസ്റ്റൻസ് അല്ലെങ്കിൽ വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഡ്രഗ് ടോളറൻസ്. Drug tolerance is characterized by the need for increasing doses of a drug to produce the same effect due to repeated use. It is closely related to physical dependence. അതായത് ഒരു ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം വരുന്ന സമയത്ത് നമ്മൾ ആ കഴിച്ചിരുന്ന ഡ്രഗിനേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി കഴിച്ചാൽ മാത്രമേ മുൻപ് ലഭിച്ചിരുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നതിനെയാണ് ഡ്രഗ് ടോളറൻസ് എന്ന് പറയുന്നത്. അതായത് സാധാരണ എടുത്തിരുന്ന ഡ്രഗ് പോരാ, അതിൽ കൂടുതൽ കഴിച്ചാൽ മാത്രമേ മുൻപ് ലഭിച്ചിരുന്ന ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ വരുന്ന കണ്ടീഷനാണ് ഡ്രഗ് ടോളറൻസ് എന്ന് പറയുന്നത്. ഡ്രഗ് ടോളറൻസ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. Drug addiction. Drug addiction is a state of periodic or chronic intoxication produced by repeated consumption of a drug. റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു ഡ്രഗ് കൺസ്യൂം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ ഇൻടോക്സിക്കേഷനെയാണ് എന്തു പറയുന്നത്? ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഓവർ പവറിങ് ഡിസയർ ഉണ്ടാവും, ഡ്രഗ് എടുക്കാനുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് എടുക്കാനുള്ള ഒരു ഓവർ പവറിങ് ഡിസയർ ഉണ്ടാവും ഡ്രഗ് അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡോസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തോന്നും. സൈക്കിക് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. ഓവർ പവറിങ് ഡിസയർ ടു ടേക്ക് ദ ഡ്രഗ്, ടെൻഡൻസി ടു ഇൻക്രീസ് ദ ഡോസ്. അതൊക്കെയാണ് ഡ്രഗ് അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലുള്ള സിംറ്റംസ് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ്, ഡ്രഗ് ഹാബിറ്റുവേഷൻ. ഡ്രഗ് ഹാബിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കണ്ടീഷൻ വിത്ത് എ ലെസ് ഓവർ പവറിങ് ഡിസയർ ബട്ട് സ്റ്റിൽ എ കമ്പൽഷൻ ടു കണ്ടിന്യൂ ടേക്കിംഗ് ദ ഡ്രഗ്. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓവർ പവറിങ് ഡിസയർ ടു ടേക്ക് ദ ഡ്രഗ് ആയിരുന്നു. പക്ഷേ ഡ്രഗ് ഹാബിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ഓവർ പവറിങ് ഡിസയർ ആണ്. ഡ്രഗ് അഡിക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്രഗ് ഹാബിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ഓവർ പവറിങ് ഡിസയർ ആണ് ടു ടേക്ക് ദ ഡ്രഗ്. കമ്പൽഷൻ ഉണ്ട്, പക്ഷേ ലെസ് ഓവർ പവറിങ് ഡിസയർ ടു ടേക്ക് ദ ഡ്രഗ് ആണ്. ആൻഡ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻസ് ഓഫ് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ്സ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ലെസ് ഓവർ പവറിങ് ഡിസയർ മാത്രമേ ഉള്ളൂ. ഇൻക്രീസ് ചെയ്യാനുള്ള ഡോസ് ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ കുറച്ചുണ്ടോ ഉണ്ട്. അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഡ്രഗ് ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സൈക്കിക് ഡിപ്പെൻഡൻസ് ആണുള്ളത്, ഫിസിക്കൽ ഡിപ്പെൻഡൻസ് അല്ല. ഫിസിക്കൽ ഡിപ്പെൻഡൻസും ഡ്രഗ് വിഡ്രോവൽ സിംറ്റംസും ഒന്നും തന്നെ ഡ്രഗ് ഹാബിറ്റുവേഷൻ്റെ കേസിലില്ല. സൈക്കിക് ഡിപ്പെൻഡൻസ് മാത്രമാണ് ഉള്ളത്. ഡ്രഗ് ഇൻക്രീസ് ചെയ്യാനുള്ള ഡ്രഗ് ഡോസ് ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ലിറ്റിൽ അല്ലെങ്കിൽ നോ ടെൻഡൻസി എന്ന് തന്നെ പറയാം. ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സെൻസ് ഓഫ് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്.
നെക്സ്റ്റ് ഡ്രഗ് മിസ്യൂസ്. ഡ്രഗ് മിസ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇംപ്രോപ്പർ ഡോസേജ് ഫോംസ് എടുത്തുകൊണ്ടിരിക്കുക, അതിനെയാണ് ഡ്രഗ് മിസ്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ യൂസ് ഓഫ് ഡ്രഗ്സ് ഇൻ കണ്ടീഷൻസ് ഫോർ വിച്ച് ദേ ആർ നോട്ട് റിക്വയർഡ് ഓർ ഇൻ ഇംപ്രോപ്പർ ഡോസേജ് ഷെഡ്യൂൾസ്. നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രഗ്സ് ഇംപ്രോപ്പർ ഡോസേജ് ഷെഡ്യൂൾസിൽ എടുത്തുകൊണ്ടിരിക്കുക, അതാണ് ഡ്രഗ് മിസ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡ്രഗ് അബ്യൂസ്. Drug abuse is defined as a consumption of a drug repeatedly to produce profound effects on mood and well-being apart from medical need or in unnecessary quantities. മെഡിക്കൽ പർപ്പസിനല്ലാതെ അൺനെസസറി ക്വാണ്ടിറ്റീസിൽ ഡ്രഗ്സ് ഒരു പ്രൊഫൗണ്ട് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. കോമൺലി യൂസ്ഡ് ബീവറേജസിൽ വരുന്നതാണ് കഫീൻ ഇൻ ടീ, കോഫി, കോൾഡ് ഡ്രിങ്ക്സ്. അപ്പം ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസസ്, അതായത് കഫീൻ അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സ്, അത് വലിയ ഹാമൊന്നും സൃഷ്ടിക്കുന്നില്ല, വലിയ സീരിയസ് പ്രശ്നങ്ങളൊന്നും റിപ്പീറ്റഡ് ആയിട്ട് കൺസ്യൂം ചെയ്താലും ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് നിക്കോട്ടിൻ ആണ് ഡ്രഗ് അബ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അത് വേരിയസ് ഫോംസ് ഓഫ് ടുബാക്കോ. കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ കൂടെ ഹെവി കൺസംഷൻ ഹാംഫുൾ ആണ്. നെക്സ്റ്റ് ഈതൽ ആൽക്കഹോൾ. ഈതൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ബീവറേജസ് മെഡിക്കൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ കൂടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ഡിപ്പെൻഡൻസും ഫാമിലി പ്രോബ്ലംസും ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഇനി ബാൻഡ് ഡ്രഗ്സ് ആണ് ഹെറോയിൻ, കൊക്കെയിൻ, ഗഞ്ച, ചരാസ്, LSD മുതലായവ. ഡ്രഗ് അബ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സബ്സ്റ്റൻസ് ആണ്, ഇതെല്ലാം തന്നെ ബാൻഡാണ്. ഹെറോയിൻ എന്ന് പറയുമ്പോൾ ഹൈലി അഡിക്റ്റീവ് ആണ്, സൈക്കോളജിക്കൽ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഹെറോയിൻ. കൊക്കെയിൻ എന്ന് പറയുന്ന പ്ലാന്റ് സോഴ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. കൊക്കെയിൻ ഒരു അബ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, ഹൈലി അഡിക്റ്റീവ് ആണ്, ഹൈലി അഡിക്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് കൊക്കെയിൻ. ഗഞ്ച, ചരസ്, LSD സൈക്കോ ആക്റ്റീവ് എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, മെഡിക്കലി യൂസ് ചെയ്യാറില്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് LSD ആണ്. ഹെറോയിൻ, കൊക്കെയിൻ, ഗഞ്ച, ചരസ്, LSD ഇതൊക്കെ ഡ്രഗ് അബ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സബ്സ്റ്റൻസ് തന്നെയാണ്. നമ്മൾ പറയുന്ന അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഡിറ്റോക്സിഫിക്കേഷൻ. ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യുക, ഡ്രഗ് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. 10 to 21 ഡേയ്സ് ആണ് ഡ്രഗ് അബ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻപേഷ്യൻ്റ് ആൻഡ് ഔട്ട് പേഷ്യൻ്റ് സർവീസസ് അവൈലബിൾ ആണ്. റീഹാബിലിറ്റേഷൻ കൊടുക്കാറുണ്ട്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതായത് ഡീറ്റോക്സിഫിക്കേഷന് ശേഷമുള്ള ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. സൈക്കോതെറാപ്പി, ഫാമിലി തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡ്രഗ് അബ്യൂസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാലും, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലും ആ പേഷ്യൻറ്റിൻ്റെ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഡ്രഗ് അബ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഡിറ്റോക്സിഫിക്കേഷൻ, ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യുക, 10 to 21 ഡേയ്സുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻപേഷ്യൻ്റ് ആൻഡ് ഔട്ട് പേഷ്യൻ്റ് സർവീസസ് അവൈലബിൾ ആണ്. റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പോസ്റ്റ് ഡിറ്റോക്സിഫിക്കേഷന് ശേഷമാണ് ഈ ലോങ് ടേം റീഹാബിലിറ്റേഷനൊക്കെ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ തെറാപ്പീസ് അവൈലബിൾ ആണ്. സൈക്കോ തെറാപ്പി, ഫാമിലി തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി അതെല്ലാം അവൈലബിൾ ആണ്. അതിനുശേഷം ആ പേഷ്യൻറ്റിന് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള അയാളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് ഡിപ്പെൻഡൻസ്, എത്ര ടൈപ്പ് ഡ്രഗ് ഡിപ്പെൻഡൻസ് ഉണ്ട്, ഏതൊക്കെ സബ്സ്റ്റൻസസ് കാരണമാണ് ഡ്രഗ് അബ്യൂസും ഡ്രഗ് ഡിപ്പെൻഡൻസും ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഡ്രഗ് അബ്യൂസും ഡ്രഗ് ഡിപ്പെൻഡൻസും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്